ഇന്ന് ലോക അഭയാർത്ഥി ദിനം. തെരുവിൽ അലഞ്ഞു തിരിയുന്ന മാനസിക രോഗികൾക്ക് അഭയം നൽകി മറയൂർ അഭയ ട്രസ്റ്റിനോടൊപ്പം ജോജി കുറ്റിക്കലിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ 30-ാം വർഷം. മദർ തെരേസയുടെ സേവനപാത പിന്തുടർന്നുകൊണ്ട് 1995-ൽ കോവിൽക്കടവിൽ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ മാനസിക രോഗിയായ ഗംഗൻ എന്നയാളെ ഏറ്റെടുത്തുകൊണ്ട് സഹായഗിരിയിൽ പഴയ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ വാടക കെട്ടിടത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം ആരംഭിച്ച അഭയ 1997-ൽ ട്രസ്റ്റായി രൂപീകരിച്ചു. പിന്നീട് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി. ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിയ മാനസിക രോഗികളായ 35ഓളം അന്തേവാസികളുണ്ട് ഇവിടെ. ചേർത്തല പൂച്ചാക്കൽ സ്വദേശിയായ ജോജി കുറ്റിക്കലാണ് അഭയയ്ക്ക് തുടക്കം കുറിച്ചത്. 1995-ൽ പയസ് നഗർ വിൻസേഷ്യൻ ആശ്രമം സുപ്പീരിയറായിരുന്ന ഫാദർ സെബാസ്റ്റ്യൻ കരിങ്കുളം പ്രചോദനവും ഭാര്യ ഷൈനിയുടെ പൂർണ്ണ പിന്തുണയുമാണ് ജോജി കുറ്റിക്കലിന് ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് നയിച്ചത്. ഭാര്യയുടെ മരണത്തിനു ശേഷം പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരനായ മകൻ ജോസഫ് ജോജിയും സന്നദ്ധ പ്രവർത്തകനുമായ ജോജി ആന്റണിയും ഇവിടുത്തെ രോഗികളെ പരിചരിക്കുന്നതിനായി ജോജി കുറ്റിക്കലിനൊപ്പമുണ്ട്. നമുക്ക് നിലവിലെ അന്തേവാസികൾ എന്ന് പറയുമ്പോൾ 28 പേര്, ഞങ്ങൾ മൊത്തം 35 പേരോളം ഇവിടെ ഈ അഭയയിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ അന്തേവാസികൾ മിക്കവരും കേരളത്തിൻ്റെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള അന്തേവാസികളാണ്. ബീഹാറുണ്ട്, ബംഗാളിയുണ്ട്, രാജസ്ഥാനുണ്ട്, ഒറീസയുണ്ട്, നമ്മുടെ ആന്ധ്രാപ്രദേശുണ്ട്, കർണാടകയുണ്ട്, തമിഴ്നാടുണ്ട്, കേരളമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ വന്ന് അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ എത്തിപ്പെടുന്ന മനുഷ്യരോഗികളെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. അതും തീർത്തും അനാഥരായിട്ടുള്ള മനുഷ്യരോഗികളെയാണ് നമ്മൾ ഇവിടെ സംരക്ഷിച്ചു വരുന്നത്. ഇതിന് ഇവരെ പരിചരിക്കുന്നതിനും മറ്റുള്ളതിനായിട്ട് ആരൊക്കെ സഹായത്തിനുണ്ട്? നേരത്തെ മദർ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, അവരെ കുറിച്ചിട്ടുണ്ടോ? നേരത്തെ ഞാനും എൻ്റെ ഭാര്യ ഷൈനിയുമായിട്ടാണ് ഇത് ആരംഭകാലം തൊട്ട് തന്നെ ഉണ്ടായിരുന്നത്. 1.5 വർഷം മുമ്പ് ഷൈനി അവരുടെയും കൂടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ, കുട്ടികളെ പരിചരിക്കുന്നത് പോലെ പരിചരിക്കാൻ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഷൈനി ഞാനുമായിട്ട് തുടങ്ങിയത് ശരിക്കും ഞങ്ങളൊരു കുടുംബ പശ്ചാത്തലത്തിലാണ് ഇവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. 1.5 വർഷം മുമ്പാണ് വൈഫിൻ്റെ വേർപാട്. അതിനുശേഷം തന്നെയാണ് ഫാദർ ഇവരെ പരിചരിക്കുന്നത്? ഞാനിപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ജോജി എന്ന് പറഞ്ഞ അംഗവാദി എന്നുള്ള ഒരു സഹോദരൻ വരുന്നുണ്ട്. അദ്ദേഹം ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പൂർണ്ണമായിട്ടും സർവീസ് മൈൻഡിൽ ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട്, സേവനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഇൻ്റേൺഷിപ്പിനായിട്ട് കുട്ടികൾ വരാറുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ ഞാനും മകനുമാണ് ഇപ്പോൾ നിലവിൽ സ്ഥാപനത്തിൽ ഇവിടെ ഉള്ളത്. പിന്നെ മോള് എറണാകുളത്ത് ജോലി ചെയ്യുന്നു. അവളെ വിവാഹം കഴിപ്പിച്ച് വിട്ടു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ 3-4 പേര് ഇവരെ പരിചരിക്കാനായിട്ട് നിലവിലുണ്ട്. ഇവർക്കായിട്ടുള്ള സാമ്പത്തിക സപ്പോർട്ടിന് അല്ലെങ്കിൽ അതുപോലത്തെ ചെലവിന് ആയിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഇൻകം സോഴ്സ് എങ്ങനെയാണ് നമുക്ക് ഇത് നടക്കുന്നത് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടോടുകൂടിയാണ് നടക്കുന്നത്. ജനങ്ങളുടെ കഴിയുന്ന കല്യാണത്തിനോ അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും മരിച്ച ഓർമ്മ ദിനങ്ങളിലോ അല്ലെങ്കിൽ മാമോദിസയോ അങ്ങനെ ബർത്ത്ഡേയോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇവിടെ വന്ന് ഫുഡ് കൊടുക്കുകയോ അതുപോലെ അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ സ്ഥാപനത്തിൻ്റെ റണ്ണിങ് നടക്കുന്നത്. പിന്നെ ട്രസ്റ്റ് ഉണ്ട്. ട്രസ്റ്റ് രൂപീകരിച്ച് ട്രസ്റ്റുകളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് എല്ലാ മാസവും ഇതിനകത്തേക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് സ്ഥാപനത്തിൻ്റെ നിലവിലുള്ള സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുന്നത്. ഇതിലത്തേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ തീർത്തും അനാഥരാണെങ്കിൽ മാത്രമേ നമ്മളിവിടെ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളൊരു 5% അത്രയ്ക്ക് അർഹതപ്പെട്ട ഫാമിലിയിൽ നിന്നുള്ള അർഹതപ്പെട്ടതാണെങ്കിൽ മാത്രം നമ്മൾ ചിലപ്പോൾ ഒരു 5% അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിലവിൽ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന മുഴുവൻ ഈ പറഞ്ഞിരിക്കുന്ന ആരുമില്ലാതെ അനാഥരായിട്ടുള്ളവരെ സംരക്ഷിച്ച് കൊണ്ടുപോയിട്ട് അവർക്കൊരു ഭവനം, അവർക്കൊരു വീട് എന്നുള്ള രീതിയിലാണ് അവർക്ക് താമസിക്കാനുള്ളൊരു ഭവനമാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആരുമില്ലാത്തവർക്ക് ഒരു അത്താണിയായിട്ട് മാറുക എന്നുള്ളതാണ് അഭയയുടെ മുഖ്യ ലക്ഷ്യം.
ലോകത്തെ ഏറ്റവും വലിയ വേദനകളിൽ ഒന്നാണ് അനാഥമാകുക, അതും മാനസിക വൈകല്യങ്ങളോടുകൂടി. ഈ ദിനത്തിൽ, ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഉള്ളവരോടും മറ്റു സമൂഹമായാലും അവരെ കാണേണ്ടത് എങ്ങനെയാണെന്ന് അച്ഛന് പറയാനുള്ളത്? തീർച്ചയായിട്ടും സമൂഹം അവരെ കാണേണ്ടത് ശരിക്കും നമുക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നമ്മൾ നമ്മുടെ മകനെയോ അപ്പനെയോ അമ്മയോ സംരക്ഷിക്കുന്ന പോലെ തന്നെ മനോരോഗമാണെങ്കിൽ തന്നെയും അത് നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് സംരക്ഷിച്ചാലേ പോറ്റാവുന്ന കാര്യമുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി നമ്മൾ ഡമ്മി ചെയ്യുന്നതിനും ഉപരി ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ വെച്ചാൽ അവനവൻ്റെ ഭവനത്തിൽ തന്നെ ഇവരെ സംരക്ഷിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ ഒരു ഇത്. നമ്മുടെ സ്വന്തം സഹോദരനാണ്, അപ്പനാണ്, മകനാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും അല്ലാതെ അനാഥാലയങ്ങളിൽ കൊണ്ട് തള്ളുന്നതിൽ നല്ലത്. കേരളത്തിൽ അനാഥാലയങ്ങൾ വർദ്ധിപ്പിക്കാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്, നമ്മളെപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ അത് സ്വന്തം നമ്മൾ വീട്ടിൽ തന്നെ ഒരു അസുഖം രോഗം എന്നുള്ളതല്ല, ഇതിനെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രോഗമാണ് ഇത്. നമുക്ക് വളരെയധികം മാറ്റങ്ങൾ മരുന്നിലൂടെ ഈ രോഗത്തിൽ നിന്ന് മോചനം കിട്ടാൻ ഇടയുണ്ട്. മനസ്സിനിണങ്ങുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ മിന്നൂസ് ഫാഷൻ മറയൂരിൽ 1ാം വാർഷിക നിറവിൽ. ഏവരും ഇതുവരെ തന്ന സാന്നിധ്യവും സഹകരണവും തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഏവർക്കുമായുള്ള ഫാഷൻ, ട്രഡീഷണൽ, ഓർഡിനറി വസ്ത്രങ്ങൾക്ക് മികച്ച ഡിസ്കൗണ്ട്. മിന്നൂസ് ഫാഷൻ, ബസ് സ്റ്റാൻഡിന് എതിർവശം, മറയൂർ.